ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു സ്മാഷി റെസിപ്പിയാണ്. ഈ ചൂട് കാലത്ത് നമുക്ക് ശരീരം തണുപ്പിക്കുവാനും അതുപോലെ തന്നെ നോമ്പ് കാലമാണ്, നോമ്പ് കാലത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുവാനും പറ്റിയിട്ടുള്ള ഹൈദരാബാദി സ്പെഷ്യൽ ഒരു സ്മാഷി റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നമുക്ക് കഴിക്കാനും ഒക്കെ നല്ലതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒരുപാട് സമയം വേണ്ട. ഇത് നല്ലതുപോലെ തണുപ്പിച്ച് വേണം നമ്മളിത് കഴിക്കാൻ. ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുക. നല്ല ടേസ്റ്റാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷായിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ഇതിപ്പോൾ നല്ല ഫ്രഷാണ്, അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇനി ആവശ്യമുള്ളത് ഇളം കരിക്കാണ്. ഒരു 2 ഇളം കരിക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ കരിക്കാണ് നമുക്ക് ആവശ്യം. കുറച്ച് നല്ല തേൻ ആവശ്യമുണ്ട്. പഞ്ചസാര മധുരം കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം. അതുപോലെ തന്നെ 2 ഏലക്ക ആവശ്യമുണ്ട്. ഏലക്ക ഒരുപാട് കൂടരുത്. കരിക്കും വെള്ളം വളരെ കുറച്ച് കരിക്കും വെള്ളം മതിയാവും. ഒരുപാട് വെള്ളം നമ്മളിതിൽ ചേർക്കുന്നില്ല. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യമേ നമുക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. നല്ല മൂർച്ചയുള്ളൊരു കത്തി കൊണ്ട് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാം. ഇതിൻ്റെ തൊലി കളയാനും വളരെ എളുപ്പമാണ്. തൊലിയുടെ സൈഡ് വശം ചെറുതായിട്ടൊന്ന് പിച്ചാത്തി കൊണ്ട് കണ്ടിച്ചിട്ട് നമുക്കിതുപോലെ തന്നെ കൈ കൊണ്ട് തന്നെ ഇളക്കി കളയാം. ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഡ്രാഗൺ ഫ്രൂട്ട് ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 ഏലക്ക തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. ഏലക്ക ഒരുപാട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് മതി. കരിക്ക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് തേനാണ്. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കരിക്കും വെള്ളം, അതൊരു 3 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് കരിക്കും വെള്ളം മതിയാവും. ഇനി നമുക്ക് ഇതൊന്ന് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തു. നമുക്കിനി ഇതൊരു ഗ്ലാസ്സിലേക്കൊന്ന് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണിത്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് തന്നെ ഇത് കുടിക്കാൻ ശ്രദ്ധിക്കുക. തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ ചെറിയ ഇടവേള.